പോയത് എവിടെയാണ്? പെണ്ണ് എപ്പെങ്ങാനും പോയിക്കണ്, ഇത് കാണാനില്ലല്ലോ. ഇപ്പൊ വരമ്മാന്ന് പറഞ്ഞിട്ട് പോയതാണല്ലോ. ഈ നേരം വരായിട്ടും കാണാനില്ല. പെണ്ണാണെന്നുണ്ടെങ്കിൽ ഫോണും കൊണ്ടുപോയിട്ടില്ല. എന്നൊന്ന് വിളിച്ചു നോക്കാൻ. വല്ലാത്തൊരു കഷ്ടായല്ലോ. എവിടക്കാപ്പൊന്ന് ചോദിച്ചു പോവാനും പറ്റൂല. ഇവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചാടി ഇങ്ങനെ കളിക്കും. ഇതപ്പൊ കാട്ടണ്ടെന്ന് ഒരു പുറത്തുമില്ല. ഇവിടെ ഉള്ളവരിങ്ങനെ ചാടി കളിക്കും. ഇത് ഓന്റെ ചെവിയിൽ എത്തിക്കോളി പോയത്. ഞാൻ പറഞ്ഞതാണ് ഓടിപ്പോ പോണ്ടാന്നുള്ളത്. നേരം 12 മണി ആവാനായല്ലോ. അല്ലമ്മ, ഓള് വന്നില്ല. ഓള് എപ്പെങ്ങാനും പോയതാണ്. ഇല്ലേ, ഓള് വന്നിട്ടില്ല. ഓളിപ്പോ വരാറിന് പോയതേന്നല്ല. ഓള് ഇങ്ങോട്ട് വന്നോളൂ. ഓള് വരും, കാത്തിരുന്നോളൂ നിങ്ങള്. എല്ലമ്മ, ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ടാണോ നിങ്ങൾ ഓളെ ഇങ്ങനെ പുറത്തേക്ക് ഇറക്കണത്? ഇപ്പൊ ഒഴിവാക്കിയിട്ട് അധികവും കാലം കൂടി ആയിട്ടില്ല. നമുക്കൊന്ന് ഒതുങ്ങിയിരുന്നൂടെ? ഇത് ഉദ്ദേശം വേറെ എന്തെങ്കിലും ഇക്കാരം. എന്തിനാ ഇല്ലാത്തൊക്കെ പറയണത്? ഞാൻ പറയുന്നതിനാണ് കുറ്റം. നിങ്ങളെ മകള് കാട്ടുന്നതിന് ഒരു കുറ്റമില്ല. ഓള് കാരണം ഞങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാർ എന്തെങ്കിലും ഞങ്ങളോട് പറയട്ടെ, അപ്പൊ എന്റെ സ്വഭാവം എന്താന്നുള്ളത് ശരിക്കും നിങ്ങൾ അറിയും. കാക്കിയും കൂടി ഇവിടെ ഇല്ലാത്തതാണ്. ഇതിനാ ഞാനും കൂടി അറിയിക്കണത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഈ പെരന്റെ ഉള്ളിൽ എന്തെല്ലാം പണികളുണ്ട് നിങ്ങൾക്ക് വല്ലതും അറിയോ? ഇത് ഞാൻ ഒറ്റക്ക് കിടന്ന് ഇങ്ങനെ അടങ്ങറാവണം. ഓളെങ്ങനെ കയറൂരിയിട്ട് ഓളിങ്ങനെ വിട്ടിക്കുക. ഒന്ന് ഓളെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എടുപ്പിച്ചൂടെ? എത്ര കാലമായി ഇവിടെ വന്നിട്ടോള്? എന്തെങ്കിലും ഒരു പണി ഓളെ കൊണ്ട് എടുപ്പിച്ചൂടെ? അത് ചെയ്യൂല. 24 മണിക്കൂർ ഈ ഫോണിൽ തോണ്ടിക്കാണ്ട് ആ റൂമിൽ അങ്ങനെ ഇരിക്കുക. ഇത് ഞാൻ കിടന്ന് ഇങ്ങനെ ഇടങ്ങറാവണം, നിങ്ങൾക്ക് കാണാനൊന്നുമില്ല. ഇനി ഓള് വന്നിട്ടുണ്ടെങ്കിൽ വേഗം എന്തെങ്കിലും പണികൾ എടുക്കാൻ പറയും. എന്നെ കൊണ്ട് വെച്ചാൽ ഒറ്റക്കൊന്നും വേറാനിത്. എന്റെ കുട്ടി ഈ പേരന്റെ ഉള്ളത്തെ എന്തെല്ലാം പണികൾ എടുക്കുന്നുണ്ട്. ഇന്നാണ് ഒന്നായി റെസ്റ്റ് എടുത്തേക്കുന്നത്. ആ വന്നേ മുതൽ അതിന് പണിയോൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഒന്നല്ലെങ്കിൽ അവനാന്റെ പേരന്റെ ഉള്ളിക്കല്ലേ വന്ന് കേറിയിരിക്കുന്നത്. മാപ്പിളാണ്ട് ഒഴിവാക്കിയിരിക്കുന്നു വിചാരിച്ചിട്ട് അതിനെ കൊണ്ട് ഇങ്ങനെ പണിയോൾ എടുപ്പിക്കുക. പാവാണ് ഭക്ഷണം കുട്ടി. അതിനൊരു സമാധാനത്തിന് വേണ്ടിട്ട് പോയതേക്കാരത്. ഇവിടെ ഇതിനുള്ളില് മനുഷ്യന്മാർക്കും നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയ്ക്കും. കാണാനില്ലപ്പോ. ഈ പേരന്റെ ഉള്ളിൽ എന്തെല്ലാം ഒരു പണികളുണ്ട്. നേരെ വെച്ചേക്ക് മകളോട് തെണ്ടാൻ പറഞ്ഞാൽ ഒരു പണിക്കൊണ്ട് കൂടൂല. ഒരു ദിവസം മാത്രം എടുത്താൽ മതിയോ? ഇന്നലെ എടുത്തു. ഇന്ന് നമുക്ക് പണിയെടുത്ത് എന്തെങ്കിലും വരുമോ? ഇത് ഞാൻ എന്നും കിടന്ന് ഇടങ്ങാറാവണില്ല. അതേപോലെ തന്നെ അല്ലേ ഓരോരോ നോണയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇപ്പൊ എവിടുക്കോ ഏതാണെന്നോ കുടുംബത്തോട് വല്ല വേറെ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും, എനിക്ക് ഉറപ്പാണ്. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ നേരം പോലത്തേക്ക് ഇത്ര തോന്നെ നേരം നാളൊന്നും പോയിരിക്കൂല. എന്താ കൂട്ടുകാരത്തോടെ ഇങ്ങനെ പോയിരിക്കുക? ഓൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇത് ഇക്കാനോട് പറഞ്ഞിട്ട് തന്നെ നടക്കുള്ളൂ. ഇതിന്റെ ഉള്ളിൽ നിൽക്കണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി ഒരു പാത്തിരിക്കുക. അല്ല പുറത്തിറങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓളോളെ പാടൊക്കെയാണ് പോകേണ്ടിയിരിക്കുന്നു. ശരിയാവുന്നില്ല. വരുന്നത്തെ പണിയോട് എടുത്തെടുത്ത് മനസ്സ് മടുത്ത്.
ആലോചിക്ക എന്ത് പണി എന്ത് ഈ പണിയോളന്നല്ലേ ഇടങ്ങറായിക്കണ മനസ്സെടുത്തെടുത്തിട്ട്. പിന്നെ ഞാൻ ഒറ്റക്കല്ലാതെ പിന്നെ വേറെ ആരെ ഇവിടെ പണികൾ എടുക്കാന്? ഇമ്മ എടുക്കൂല, ഓളും എടുക്കൂല. അപ്പൊ ഓള് വന്നതിന്റെ ശേഷം ഇമ്മ ഒരു പണി എടുക്കാൻ എന്റെ പിന്നാലെ കൂടുന്നില്ല. ഓളും തന്നെ എന്തെങ്കിലുമൊക്കെ കുത്തിരിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്തിനും ഓല് ഇന്നിട്ടിട്ട് ഇങ്ങനെ ഇടങ്ങറാക്കണത്? എന്റെ കൂടെ എന്തിനേലും കൂടിയിട്ടുണ്ടെങ്കി അതാവൂലേ? ഞാൻ പറയൊക്കെ ചെയ്തീന്ന്. ഓലെ ആരും കൂടാത്ത ഇപ്പൊ എന്റെ കുട്ടിയല്ലല്ലോ. ഓള് നേരെ മുഴത്തേക്ക് ഇവിടുന്നാണ്ട് ഇറങ്ങി പോകും കൂട്ടുകാരത്തിലോടുക്കാണ് പറഞ്ഞിട്ട്. പിന്നെ വരുന്നതോ നട്ടുച്ച നേരത്തൊക്കെ വരിക. ഈ കാര്യം ഒഴിവാക്കിങ്ങാണ്ട് ഇവിടെ വന്ന് നിന്നിട്ട് ഓള് ഇങ്ങനെ തെണ്ടി നടക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലേ നിങ്ങളമ്മക്ക് അത് വലിയ തെറ്റേക്കാരം. ഇപ്പൊ കണ്ടില്ലേ, ഓളെ കാത്തിരിക്കാണെന്നുള്ള പേരിൽ നിങ്ങളമ്മ അവിടെ പുറത്ത് ഇങ്ങനെ ഇരിക്ക. എന്നാ പിന്നെ എന്നെ എന്തിനെങ്കിലും ഒന്ന് സഹായിച്ചൂടെ? അതും ചെയ്യൂല. ഇങ്ങൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കി. ഓളോട് ഇവിടുന്ന് പുറത്തിറങ്ങരുത് പറയുമ്പോ നാണക്കേട് മൊത്തം ഞമ്മക്കേക്കാരം. ഓള് ഇനി വേറൊരു കല്യാണം കഴിഞ്ഞ് ഓള് പൊടിയും തട്ടി പോവും. പിന്നെയും പറച്ചില് ഞമ്മളേക്കാരം ആൾക്കാര്. ഓളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കി. ഓളെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കരുത്. അല്ലാന്നുണ്ടെങ്കി നമ്മക്ക് ഇവിടുന്ന് മാറാം. പിന്നെ എന്റെ അമ്മക്ക് എന്താ വാടകക്ക് പോകാനൊന്നും പറ്റൂലേ? ഓള് കാരണം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ എന്റെ പെരേക്ക് പോവും. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കല്ല, ഒരു താക്കീത് കൊടുക്കുന്നത് നല്ലതാണ്. ഓന്റെ പിന്നാലെ ഒന്ന് പണിയെടുക്കാനൊക്കെ ഒന്ന് കൂടാൻ പറയുണ്ടോ. ഈ അടുക്കളന്റെ വാതിലൊക്കെ തുറന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ പൊയ്ക്കണത് പൂച്ച എന്തേലും കേറൂലേ? ഫോൺ വിളിക്കുകയാണല്ലോ, ചെക്കനേറ്റ വിളിക്കണ്ടാവും. ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും ഇനിയിപ്പൊ പറഞ്ഞു കൊടുക്കും. എനിക്ക് വെച്ച നിങ്ങളമ്മ അവിടെ നിന്ന് ഇങ്ങനെ നോക്കണുണ്ട്. ഒരു ഫോൺ വിളിക്കാൻ അടക്കം ഇവിടെ ഒരു സ്വാതന്ത്ര്യം ഇല്ല. ഇല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. എന്നാ ആയിക്കോട്ടെ, നിങ്ങൾ വെച്ചാളി. എന്നാ ശരി. ഇങ്ങോട്ട് നോക്കിട്ട് എന്തൊക്കെയാ പറയണ്ടല്ലോ. അങ്ങോട്ട് പോവാം. ഇന്നത്തെ അപ്പൊ മരുക്കളും മക്കളൊക്കെ ഇങ്ങനെ ഫോൺ വിളിച്ചപ്പോ ഒളിഞ്ഞു വെക്കാനുള്ളത്. പോവാതാ നല്ലത്. ഇങ്ങനെ പറ്റൂലല്ലോ. ഉമ്മാനും മകളും ഇവിടുന്ന് ആദ്യം ആട്ടണം. എന്തായാലും വാടകക്ക് ഇവിടുന്ന് പോവൂല, അത് ഉറപ്പാണ്. ഓര് രണ്ടാളിപ്പൊ അങ്ങനെ ഇവിടെ നിക്കാനേ ഞാൻ എന്തായാലും സമ്മതിക്കൂല. എന്റെ കുട്ടി ഇവിടെ വന്നു നിന്നേന് എന്തെല്ലാം കേക്കണം. അപ്പൊ ഞാൻ നേരം വെക്കി. ഇനിയിപ്പൊ ഉമ്മ എന്നെ ചീത്ത അറിയണാവും. എല്ലാരും ഉണ്ടായപ്പോ ഒന്ന് വർത്താനം പറഞ്ഞിരുന്നതാ. പുറത്തൊന്നും ആരും കാണാനൊന്നുമില്ലല്ലോ. ഉമ്മ, അല്ല കുട്ടിയേച്ചി എവിടെ നീ നേരം വരായിട്ട്? ഇജ്ജ് എപ്പെങ്ങാനും പോയതാണ്? ഇപ്പൊ വരമ്മാന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി പോയതല്ലേ ജി? ഞാനാണെന്നുണ്ടെങ്കിൽ അന്നെ കാണായിട്ട് ആകെ ബേജാറായിക്കും. ഒന്നും പറയണ്ട അമ്മ, ഓലെല്ലാരും ഉണ്ടായിന്ന് അവിടെ. അവ പിന്നെ കൊറച്ചേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. എന്തിയെ? അന്റെ നാത്തൂന് ഇവിടെ കിടന്ന് ഇങ്ങനെ കയറ് പൊട്ടിക്കുണ്ട് ഇജ്ജ് പണിയെടുക്കായിട്ട്. ഇന്നല്ലമ്മ ഞാനൊന്നും എടുക്കാത്തേ ഉള്ളൂ. പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ ഓളെ ഭരണല്ലേ ഇപ്പൊ ഇതിന്റെ ഉള്ളില്. എന്റെ പേരിലാണ് പേര് സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അധികാരം മൊത്തം ഓൽക്കാം. ഞാനും ഇപ്പൊ ഒരു അധികപ്പറ്റാണ്. അതിന്റെ ഇടയ്ക്കല്ല അമ്മാന്റെ കുട്ടി ഇങ്ങോട്ട് വന്ന് കേറിയത്. അന്റെ കല്യാണം ഇനി ഒന്ന് നേരെ ആവോളം അമ്മയുടെ കുട്ടി ഇനി പുറത്തേക്ക് ഒന്നും ഇറങ്ങണ്ട. നല്ലപോലെ ഇവിടെ നിന്നോളി. ഇമ്മ ഈ പെരന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കാൻ വെച്ചാത്തോണ്ട് പോയതാണ്. ഞാൻ ഓലൊക്കെ ഒന്ന് വിളിച്ചപ്പോ ഒഴിവാക്കിന്ന് വിചാരിച്ചിട്ട് ഈ പെരന്റെ ഉള്ളിൽ എന്നെ എങ്ങനെ ഇരിക്കണം എന്നുണ്ടാ? എന്താ ഇമ്മാമ്പിൽ ഇങ്ങനെ? ആ ഉമ്മാക്കറിയാം.
എനിക്ക് ഇതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ ഓരോരോ ഓർമ്മകൾ വരികയാണെന്നുള്ളത്. അതുകൊണ്ടാണ് എന്റെ കുട്ടി പുറത്തേക്ക് പോയതെന്ന് എനിക്കറിയാം. ഉമ്മ മനസ്സിലാക്കണ പോലെ വേറെ ആരും മനസ്സിലാക്കൂലല്ലോ ഉമ്മയുടെ കുട്ടീനെ. വെജായിട്ടാണ് എന്നെ പറ്റിയിട്ട് ഈ പറയണത് കേക്കാൻ. എന്റെ പിന്നാലെ എന്റെ വാപ്പ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം. ആരാ ഉള്ളത്? ഞാൻ ഒറ്റക്കല്ല ഇപ്പൊ. എന്റെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉള്ളു. എന്നെ സമാധാനിപ്പിക്കാനും ആരും ഇല്ല. എന്റെ കുട്ടിയുടെ ഒരു ഗതികേടാ ഞാൻ ആലോചിക്കണത്. കുട്ടി കരയണ്ട, ഒക്കെ ശരിയാവും. വന്നാ ഊരുതണ്ടലൊക്കെ കഴിഞ്ഞിട്ട്? അല്ലടി, ആൾക്ക് എന്താണ്? ആൾക്ക് പെരന്റെ ഉള്ളിലൊന്നും ഇരുന്നൂടെ? ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇങ്ങനെ ഇറങ്ങി നടക്കജി. ഇജി എന്താ ഇങ്ങനൊക്കെ പറയണത്? പിന്നെ ഉമ്മ ഞാൻ എങ്ങനെ പറയേണ്ടത്? ഈ നേരം പോലത്തെ ഓളാണ്ട് അയച്ചു വിടങ്ങള്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓക്ക് തോന്നുമ്പോൾ 2 മണിക്കും 3 മണിക്കും ഓൾ ഇങ്ങോട്ട് കേറി വരിക. ഇന്നല്ലേ പോയിട്ടുള്ളൂ. മതിയല്ലോ, ഇന്ന് പോയാ മതിയല്ലോ. എന്നും പോയ പോലെ തന്നെ അല്ലേ ആൾക്കാർക്ക് പറഞ്ഞു ചിരിക്കാനൊരു കാരണം. പിന്നെ എന്നോട് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇജ് ഈ പെരന്റെ ഉള്ളത്തെ പണിയോട് എടുക്കാൻ എന്റെ പിന്നാലെ കൂടണം. ഇപ്പൊ ഇജ് പഴയ പോലൊന്നുമല്ല. ആദ്യമൊക്കെന്ന് പറഞ്ഞാല് മാപ്പിള ഒഴിവാക്കിയതിന്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവിച്ചിട്ട് ഞാൻ പണിയോളൊന്നും എടുപ്പിക്കാൻ നിക്കലില്ല. എന്നും എന്റെ പിന്നാലെ പണിയോട് എടുക്കാൻ കൂടിക്കോളുണ്ട്. ഞാൻ ഇന്നലെ വരെ ഞാൻ എടുത്തുകളില്ല താത്ത. ഇന്നൊരു ദിവസം എടുക്കാതിരുന്നിട്ടുള്ളൂ. ഇന്നലൊക്കെ എടുത്തു. ഇന്ന് നേരം വെളുത്തിട്ട് ഇപ്പൊ എത്ര സമയമായി? അനക്ക് ഒന്നല്ലെങ്കിൽ അമ്മരെ അടിച്ചോരി അല്ലെങ്കിൽ ഇവിടെ ഒന്ന് അടിച്ചോരൊക്കെ ചെയ്തൂടെ? ഞാന് പോയതുകൊണ്ടല്ലേ. അതിനോട് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടുന്ന് പോവാന്. അങ്ങനെ അത്രക്ക് വലിയ കൂട്ടുകാരത്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇത് വേറെന്തോ കാര്യത്തിന് പോയതാണ്. എന്നിട്ട് കൂട്ടുകാരത്തോളം മേത്തേക്ക് ഇടുന്നത്. നിങ്ങൾ ഇല്ലാത്തത് പറയണ്ടട്ടോ താത്ത. ഇല്ലാത്തത് പറയേ? എനിക്ക് ഇല്ലാത്തത് പറയേണ്ട ഒരാവശ്യമില്ല. അല്ലെങ്കിലും മാപ്പിളാരെ ഒഴിവാക്കിക്കണ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇക്കാരം. മാപ്പിളാരെ എടുത്തേ ഒന്ന് ഒതുങ്ങി കണ്ടൊക്കെ ജീവിക്ക, അല്ലെങ്കിൽ ഇങ്ങനൊക്കെ വരും. അതിനെന്താ? അമ്മായിമ്മ അങ്ങനെയാണേ. മാപ്പിള കള്ളുടിച്ച് വന്നിട്ട് തല്ലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നോണ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നതല്ലേ. ആ ചെക്കൻ പച്ച പാവാണേ. അത് അനക്കെങ്ങനെ അറിയാ? നിങ്ങൾ ഇപ്പോഴും വിളിച്ചണൊക്കെ ഉണ്ടോ? എനിക്കറിയാം. ഓല് എന്നോട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും വിളിക്കണൊക്കെ ഉണ്ട് അല്ലെ? ഞാൻ അതാ ചോദിച്ചത് എന്നോട്. ഞാൻ ഇപ്പൊ ആരേറ്റും കമ്പനി ഒന്നും ഇല്ല. ഞാൻ അന്നത്തെ കാര്യം പറഞ്ഞതാ, അല്ലാതെ ഇപ്പൊ ഞാൻ കമ്പനി ഓടിയിട്ടൊന്നും ഇല്ല. ഇത് വേഗം എന്തെങ്കിലും പണോ എടുക്കാൻ നോക്ക്. പിന്നെ ഇനി ഇവിടുന്ന് എവിടേക്കും പോവാനൊന്നും പറ്റൂല കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഒതുങ്ങി ഒരു പാത്തിരിക്കുക. വല്ല കല്യാണക്കാരും വന്നാല് ശരിയാക്കാനുള്ളതാണ്. ഒതുങ്ങി കണ്ട് ജീവിച്ച് അണക്കുകൊള്ളാം. പിന്നെ ഉമ്മാന്റെ പുന്നാര മോൻ പറഞ്ഞിക്കണ എന്താന്നറിയോ? ഓളെങ്ങനെ ഇതാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങള് വാടകക്ക് പോകുന്ന പറഞ്ഞിക്കണത്. ഞാൻ ഒരു മിനിമം ഇക്കാനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിക്ക. അങ്ങനെ ഒന്നും ഇല്ല, വാടകക്കൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ. ഇക്ക സമ്മതിക്കണില്ല. നിങ്ങൾ എന്താച്ചാ പറഞ്ഞ് റെഡിയാക്കി കളി. അല്ലാന്നുണ്ടെങ്കിൽ അനക്ക് ഒതുങ്ങി ജീവിച്ച അനക്ക് നന്ന്. ഇല്ലെങ്കിൽ ഞങ്ങളെ ജീവിതം കൂടി ഇല്ലാതാക്കാൻ നിക്കണ്ട. രണ്ടാളോടും കൂടിയാ പറഞ്ഞത്. നമ്മള് കാരണം ഒരാൾ ഇവിടുന്ന് വാടകക്ക് പോവാനും ഈ പെര വിട്ടിറങ്ങാനും നിക്കണ്ട. ഉമ്മയുടെ കുട്ടി ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നോളി. എന്ത് പണിയെടുത്താലും വേണ്ടിയില്ല. ഉമ്മയുടെ കുട്ടിക്ക് നല്ലൊരു കല്യാണാലോചന തന്നെ വരും. ഇജ്ജ് കണ്ടോളുണ്ടു. നല്ല സുഖമായിട്ടുള്ള ജീവിതം കിട്ടും. ഇപ്പൊ കണ്ടില്ലേ ഓളാ പറയുന്നത്? ഓ നല്ല ചെക്കനാണ്, കള്ളുടിച്ചു. ഉമ്മാന്റെ കുട്ടിയുടെ അവസ്ഥ ഉമ്മക്ക് അറിയാം. എന്തേനു കാട്ടീന്നു എന്നുള്ളതൊക്കെ എനിക്കറിയാം. ഉമ്മയുടെ കുട്ടി കരയണ്ട. ഞാൻ കാരണം ആരും ഉമ്മ വാടകക്കൊന്നും പോണ്ട. ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റാത്തോണ്ടാണ്. ഇവിടെ ഇരിക്കുമ്പോ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരിക. അപ്പൊ ഓരൊക്കെ ഒന്ന് വിളിച്ചപ്പോ ഞാൻ പോയിന്ന് മാത്രം. ഓരോളൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞിരുന്നാല് കുറച്ചൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവിച്ചിട്ടാ ഞാൻ പോയത്. അതിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ അടച്ചുകൂടി ഇരിക്കുമ്പോ പറ്റണില്ലമ്മ. മാടെ കുട്ടിക്കാരുണ്ടഞ്ഞ് പോയിട്ട് ആ ഡ്രസ്സൊക്കെ അയച്ചിട്ടൊന്ന് മേലരിക്കാളാം. എന്നിട്ട് പോയിട്ട് എന്തേലും തിന്നുകാണ്ട് വെയ്ക്കണ പോലെ എന്തേലും പണികൾ എടുത്താളാം.
അന്റെ മനസ്സുകൊണ്ടൊന്നും വെച്ചാന്നൊക്കെ നിക്കറിയാം. എന്നാലും ചേച്ചിയല്ല. ഞാൻ ചെയ്തോളമ്മ. എന്റെ കുട്ടിയുടെ ജീവിതം ഇങ്ങനെ നല്ലൊരു കല്യാണാലോചന തന്നെ വന്നാ മതിയായിരുന്നു.